അല്ല, എൻ്റെ പ്രിയ പത്നി എന്ത് ഗിഫ്റ്റാണാവോ എനിക്ക് വേണ്ടി സമ്മാനിക്കാൻ പോകുന്നത്? സർപ്രൈസാണ് മിസ്റ്റർ ദേവൻ. ദേ ഇപ്പോൾ പറ പെണ്ണെ, അവിടെ എല്ലാവരും നല്ല വില കൂടിയ ഗിഫ്റ്റുകളായി വരുമ്പോൾ അതോർത്ത് എൻ്റെ അരുമയാർന്ന ഭർത്താവ് ദുഃഖിക്കേണ്ട. എല്ലാ ഗിഫ്റ്റുകളേക്കാളും എത്രയോ മുകളിലായിരിക്കും ഗൗരിയുടെ ഗിഫ്റ്റ്. അതും പറഞ്ഞുകൊണ്ട് സാരിത്തുമ്പും കറയ്ക്ക് പോകാൻ ആഞ്ഞ അവളെ പിൻകൈമുട്ട് കറയ്ക്ക് തിരിച്ചുകൊണ്ട് അവൻ്റെ നേരെ നിർത്തി. ശരി, നിന്റെ സമ്മാനം എനിക്ക് എന്തിനേക്കാളും വിലപ്പെട്ടത് തന്നെയാകും. ഇപ്പോൾ ഒരു ചെറിയ സമ്മാനം തന്നൂടെ? എന്ത് സമ്മാനം? ഒരു വഷളൻ ചിരിയോടെ ദേവൻ റൂമിൻ്റെ വാതിൽ ലോക്ക് ചെയ്തു. അവളുടെ കയ്യിലെ പൂക്കൾ കൊഴിഞ്ഞ് നിലത്തേക്ക് വീണു. ദേവൻ, നിങ്ങൾ എന്ത് ചെയ്യാൻ പോവാ? എന്നും ചെയ്യുന്നത് തന്നെ. എന്ത്? ഒന്നും അറിയില്ലേ? അവൻ അവളെ തന്നെ നോക്കിക്കൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. ദേവൻ, വേണ്ടാട്ടോ, താഴെ ഒരുപാട് പണികളുണ്ട്. ഇവിടെയുമുണ്ട്. അയ്യോ, ദേ ഞാൻ അമ്മയെ വിളിക്കും. അയ്യേ മോശം, ഇവിടെ ഞാനും നീയും മാത്രം മതി. ദേവൻ, വേണ്ടാട്ടോ, കഷ്ടമുണ്ട്. ശരിക്കും ഒരു ചെറിയ സമ്മാനമല്ലേ ഞാൻ ചോദിച്ചുള്ളൂ. അതൊന്നും തന്നിട്ട് പൊയ്ക്കോ ഗൗരി. ദേവൻ, നിങ്ങളുടെ ആ സമ്മാനം എന്താണെന്ന് എനിക്കറിയാം. അത് ഇപ്പോഴൊന്നും കഴിയില്ല, അവൾ വല്ലാത്തൊരു നാണത്തോടെ പറഞ്ഞു. ദേവൻ അവളുടെ അടുത്തേക്ക് ചെന്ന് അവളെ ഇടുപ്പിലൂടെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവളുടെ കൈകൾ അവൻ്റെ നെഞ്ചിൽ വെച്ച് അവൻ തഴുകി. ഇല്ല, കുറച്ചു നേരം. വേണ്ട ദേവ, പ്ലീസ്, പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട്. അവളെ പാതിയിൽ നിർത്തിക്കൊണ്ട് അവളുടെ ചുണ്ടിൽ അവൻ്റെ വിരലുകൾ അമർന്നിരുന്നു. അവൻ്റെ വിരലുകൾ അമർന്ന അതരങ്ങളിലായി അവൻ ചുണ്ടുകൾ ചേർത്തു. അവളുടെ ഹൃദയം വല്ലാതെ മിടിക്കാൻ തുടങ്ങി. ആ ചുംബനം കഴുത്തിലും കവളിലും എല്ലാം ഒഴുകി തുടങ്ങി. ദേവ, വേണ്ടാട്ടോ. നിനക്കല്ലായിരുന്നോ എന്നെ ഇങ്ങനെ ആകർഷിക്കാനുള്ള പൂതി ഉണ്ടായിരുന്നത്? ഇപ്പോൾ എല്ലാം തീർന്നു. അവളുടെ കഴുത്തിൽ അവൻ ചുംബിച്ചുകൊണ്ട് ചോദിച്ചു. ദേവ, നിങ്ങളെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു പരിപാടി നടക്കാൻ പോവല്ലേ? നടക്കട്ടെ. എന്താ ഇത്? കുറച്ചു നേരം, അവൻ അവളുടെ ചെവിയോരം ചേർന്ന് പറഞ്ഞു. അവൻ്റെ ചുടുനിശ്വാസം അവളുടെ ശരീരത്തെ കുളിരണിയിച്ചു. അവളുടെ കൈകൾ അവൻ്റെ നെഞ്ചിലേക്ക് അമർന്നു. പെട്ടെന്നാണ് അവരുടെ ഡോർ ആരോ തട്ടിയത്. ജീവനും കൊണ്ടെന്ന പോലെ ഗൗരി ഓടി വാതിൽ തുറന്നു. ആ, ഭാസ്കരേട്ടനോ? എന്താ ഏട്ടാ? മോളെ, കുറച്ച് പൂക്കൾ കുറവുണ്ട്. എവിടെയാ വെച്ചതെന്ന് ആർക്കും അറിയില്ല. മോള് കണ്ടോ? അപ്പോഴാണ് ഗൗരിയും ദേവനും നിലത്തേക്ക് വീണ പൂക്കൾ നോക്കിയത്. ദാ ഏട്ടാ, ഇവിടെയുണ്ട്. അവൾ അതും പറഞ്ഞുകൊണ്ട് ആ പൂക്കൾ ഭാസ്കരന് നൽകിയ ശേഷം വേഗം അവിടെ നിന്നും തടി തപ്പി. ഇവളെ ഞാനിന്ന്. പോകാനാഞ്ഞ ദേവൻ്റെ റൂമിലേക്ക് അതിഥികൾ 1-2 പേര് കയറി വന്നു. പിന്നീട് ദേവൻ്റെ കൺമുന്നിൽ പെടാതെയുള്ള ഒരുതരം ഒളിച്ചോട്ടമായിരുന്നു അവള്. അവളെ കാണാതെ റൂമിൽ വണ്ടനടിച്ച് നടക്കുന്ന ദേവൻ സഹികെട്ട് താഴേക്കിറങ്ങി ചെന്നു. അവിടെ ഗൗരി ഗസ്റ്റ് റൂമിൽ ഗസ്റ്റുകളോട് സംസാരിച്ചു കൊണ്ട് നിൽക്കുകയായിരുന്നു. അവളെ കണ്ടതും ദേവൻ അങ്ങോട്ടേക്ക് ചെന്നു. അവിടെയുള്ളവരെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ ഗൗരിയെ 2 കൈകളും വാരിയെടുത്തുകൊണ്ട് ദേവൻ സ്റ്റെയർ കയറി. അവിടെയുള്ളവരെല്ലാം അന്തിച്ചു നിന്നു. എന്താ ദേവാ ഇത്? എന്നെ ഇറക്കാൻ നോക്ക്, ഞാൻ നടന്നോളാം. അടങ്ങിക്കിടക്കടി അവിടെ. കുതറിക്കൊണ്ട് ഇരുന്ന അവളെ ഒന്നുകൂടി ഇറുക്കി പുണർന്നുകൊണ്ട് അവൻ പറഞ്ഞു. ദേവാ, പ്ലീസ്, എല്ലാവരും നോക്കുന്നുണ്ട്. ഗൗരി, അടങ്ങി മിണ്ടാതെ കിടക്കാൻ ഞാൻ പറഞ്ഞു. നീ എൻ്റെ ക്ഷമ പരീക്ഷിക്കരുത്. ദേവാ, ഉവ്വ, റൂമിലേക്ക് എത്തട്ടെ. ദേവൻ ഒരു വഷളൻ ചിരിയോടെ പറഞ്ഞു. റൂമിലേക്ക് ചെന്നതും ഗൗരിയെ ബെഡിലേക്കിരുത്തി. വാതിൽ ലോക്ക് ചെയ്തു വന്ന ദേവൻ ബെഡിനടിയിൽ നിന്നും ഒരു ചെറിയ ഗിഫ്റ്റ് ബോക്സ് പുറത്തേക്കെടുത്തു. ഗൗരി, ഇതെന്താ? ഇത് നിങ്ങൾ എങ്ങനെ കണ്ടു? ഇത് എൻ്റെ റൂമാണ്. ഓ, അപ്പോൾ എൻ്റെ അല്ലേ? നിൻ്റെയുമാണ്. ഞാനൊരു താളത്തിൽ പറഞ്ഞു എന്നുള്ളൂ. ഇതെന്താ ഗൗരി? ഇതിലെന്ത് ഗിഫ്റ്റാണ് നീ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ദേവ, ഗിഫ്റ്റ് സർപ്രൈസ് ആണെന്ന് പറഞ്ഞില്ലേ, അത് തുറന്നു നോക്കരുത് പ്ലീസ്. ശരി, നിന്നോട് ഞാൻ ആവുന്ന പോലെ ചോദിച്ചതാ എന്താ ഗിഫ്റ്റെന്ന്. നീ പറയുന്നില്ല. ഇനി ഇത് ഞാൻ ആ പാർട്ടി ഹാളിൽ വെച്ച് ഓപ്പൺ ചെയ്യും, എല്ലാവരുടെയും മുന്നിൽ നിന്ന്. പറ്റുമോ? പറ്റും, അവൾ ചിരിയോടെ പറഞ്ഞു. എങ്കിൽ ശരി, അവനും പറഞ്ഞു. എന്നാ ഞാൻ പോട്ടെ. അതും പറഞ്ഞ് എഴുന്നേക്കാൻ ഒരുങ്ങിയ ഗൗരിയെ അവൻ ബെഡിൽ തന്നെ പിടിച്ചിരുത്തി. നിലത്ത് അവനും ഇരുന്നു. അവൻ്റെ കണ്ണുകൾ പ്രണയത്തോടെ അവളെ തന്നെ നോക്കി. അവളുടെ സുന്ദരമായ കാൽപാദങ്ങൾ അവൻ അവൻ്റെ മുഖത്തോട് ചേർത്തു. അവളുടെ പട്ടുപോലെയുള്ള കാലിൽ അവൻ്റെ ചുംബനം പതിഞ്ഞു. ദേവൻ അവളിൽ ഏറ്റവും പ്രിയപ്പെട്ടത് അവളുടെ കാൽപാദങ്ങൾ തന്നെയായിരുന്നു.
പെണ്ണിന്റെ വൃത്തി അറിയണമെങ്കിൽ കാലുകളിൽ നോക്കിയാൽ മതി എന്ന് പറയുന്നത് സത്യമാണ്. അവൾ തലമുട്ടിനൊപ്പം കുനിച്ചുകൊണ്ട് ആ ചുംബനം ആസ്വദിച്ചു. പെട്ടെന്നാണ് റൂമിന്റെ വാതിൽ തുറന്ന് ദേവിക അകത്തേക്ക് കയറിയത്. ഇത് കണ്ടതും പുള്ളിക്കാരി വല്ലാതെയായി. അമ്മ, നിങ്ങള്? ദേവൻ കണ്ണുകൾ കുറിപ്പിച്ചു കൊണ്ട് നോക്കി. മോനെ ദേവ, അമ്മ നിങ്ങളെ വിളിക്കാൻ വന്നതാ, സോറി. ദേവിക നാവ് കടിച്ചുകൊണ്ട് വേഗം പുറത്തേക്ക് പോയി. മതി ദേവ, വാ നമുക്ക് പോകാം. ഷേ, ഒന്നിനും സമ്മതിക്കില്ലല്ലോ, അവൻ പറഞ്ഞു. നോക്ക്, രാത്രി. പോടി അവിടുന്ന്, എനിക്കൊന്നും വേണ്ട. ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് അവളിൽ നിന്നും അവൻ മുഖം തിരിച്ചു. ശരി, അപ്പോൾ ഇന്ന് സുഖമായി കിടന്നുറങ്ങാം. ആ, നിന്നെ ഞാൻ ഉറക്കാം, ദേവൻ കപടദേഷ്യത്തിൽ അവളോട് പറഞ്ഞു. ഹാവൂ, അപ്പോൾ ഇന്ന് നേരെ വന്ന് കിടന്നുറങ്ങാലേ, ഇപ്പോഴാ ആശ്വാസമായത്. ആ, നിന്നെ ഞാൻ ഇപ്പോൾ തന്നെ ഉറക്കാം, നോക്കിയിരുന്നു. ഈ ഫംഗ്ഷൻ വെക്കാൻ തോന്നിയ ബുദ്ധിയെ ഇപ്പോൾ ഞാൻ വെറുക്കുന്നുണ്ട്, അവൻ ഈർഷ്യയോടെ പറഞ്ഞു. അച്ചടാ, അവൾ കൊച്ചു കുഞ്ഞുങ്ങളെ കൊഞ്ചിക്കുന്നത് പോലെ അവൻ്റെ ഇരുകവളിലും പിടിച്ചുകൊണ്ട് പറഞ്ഞു. പോടി അവിടുന്ന്, ഈ ഫംഗ്ഷൻ കഴിയട്ടെ, നിന്നെ എൻ്റെ കയ്യിൽ കിട്ടും. ഞാൻ തന്നെ വരില്ലേ എൻ്റെ ദേവൻ്റെ അടുത്തേക്ക്, നിങ്ങളായിട്ട് മാസിട്ട് വരേണ്ട കാര്യമില്ല, ഞാൻ തന്നെ വരും, അവളൊരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവൻ്റെ കവളിൽ ആഞ്ഞു ചുംബിച്ചു. വൈകുന്നേരമായതും പാർട്ടി തുടങ്ങി. ആദ്യം കേക്ക് മുറി തന്നെയായിരുന്നു. എല്ലാവരും ചുറ്റിലുമുണ്ട്. ദേവൻ അമ്മയായ ദേവികയെയും ഭാര്യയായ ഗൗരിയെയും ഒരുപോലെ ചേർത്ത് പിടിച്ചു. മോനെ, കേക്ക് മുറിക്ക്, ദേവിക ദേവനോട് വാത്സല്യത്തോടെ പറഞ്ഞു. ഒരു ചിരിയോടെ അവൻ തലയാട്ടി ഗൗരിയെ നോക്കി. അവളും കണ്ണുകൾ കൊണ്ട് സമ്മതം നൽകി. കേക്ക് മുറിച്ച ദേവൻ കേക്ക് പീസ് ദേവികയ്ക്കാണ് ആദ്യം നൽകിയത്. മോനെ ദേവ, ഇപ്പോൾ ഇതിന് കൂടുതൽ അവകാശം എൻ്റെ മരുമകൾക്കാണ്, അവൾക്ക് തന്നെ ആദ്യം കൊടുക്ക്. അമ്മ, ദേവൻ വിളിച്ചു. വേണ്ട മോനെ, അവൾക്ക് കൊടുക്ക്, ദേവിക നിറപുഞ്ചിരിയോടെ പറഞ്ഞു. അമ്മ, നിങ്ങൾ തന്നെ ആദ്യം കഴിക്ക്, ഗൗരിയും നിർബന്ധിച്ചു. നിറഞ്ഞ മനസ്സോടെ ദേവൻ നീട്ടിയ കേക്ക് പീസ് ദേവിക കഴിച്ചു. പിന്നീട് ദേവൻ ഗൗരിക്കും നൽകി. എല്ലാവരും പരസ്പരം കേക്കുകൾ മുറിച്ചെടുത്തു. ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം ഗിഫ്റ്റുകളെല്ലാം വന്നിരുന്നു. അതെല്ലാം ഫിറോസ് സെറ്റ് ചെയ്ത് വെച്ചു. ഫിറോസ്, ആ ചെറിയ ബോക്സിങ് എടുത്തേ, ദേവൻ ഗൗരിയുടെ ഗിഫ്റ്റ് ബോക്സ് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. എന്നാൽ ഗൗരി എല്ലാവരോടും സംസാരിക്കുന്ന തിരക്കിലായിരുന്നതുകൊണ്ട് ഇതൊന്നും കണ്ടതുമില്ല. ഫിറോസ് അത് ദേവനെ ഏൽപ്പിച്ചുകൊണ്ട് അവിടെ നിന്നും പോയി. ആ ഗിഫ്റ്റ് ബോക്സിൽ എന്താണെന്ന് ഒരു പിടിയുമില്ലാതെ ദേവനൊന്ന് കറക്കി നോക്കി, ഒന്ന് കുലുക്കി നോക്കി. നോ രക്ഷ, പൊട്ടിച്ചാൽ തന്നെ അറിയുകയുള്ളൂ. ദേവൻ ശ്രദ്ധയോടെ അത് പൊട്ടിച്ചു. ഒരു നീളത്തിലുള്ള എന്തോ ഒരു സാധനം അവൻ്റെ കയ്യിൽ കിട്ടി. എന്താ ഇത്? സ്റ്റിക്കോ? എന്തോ പോലെയുണ്ടല്ലോ. കാണും മുന്നേ അവൻ പറഞ്ഞു. പുറത്തേക്കെടുത്ത ദേവൻ്റെ കണ്ണുകൾ ആശ്ചര്യം കൊണ്ട് വിരിഞ്ഞു. അതെത്ര നോക്കിയിട്ടും അവന് കണ്ടത് സത്യമാണോ എന്ന് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവൻ്റെ തൊണ്ട ഒന്ന് ഇടറി. അവൻ്റെ പകച്ചുകൊണ്ടുള്ള നൃത്തം കണ്ടിട്ടാവണം ദേവിക അങ്ങോട്ടേക്ക് വന്നു. മോനെ ദേവ, എന്താ, എന്ത് പറ്റി? അമ്മ. അവന് വായിൽ നിന്നും വാക്കുകളൊന്നും തന്നെ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല. അവൻ ദേവികയെ മുറുകെ പുണർന്നു. എന്താടാ കുഞ്ഞാ, ഇത്രയും സന്തോഷിക്കാനുള്ള എന്താ ഉണ്ടായത്? ദേവൻ കയ്യിലുള്ള പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് അമ്മയ്ക്ക് നേരെ നീട്ടി. അതിലെ ഡബിൾ ലൈൻ കണ്ടതും ദേവികയുടെ കണ്ണുകൾ നിറഞ്ഞു. മോനെ. അതെ അമ്മേ, ഇത് ഗൗരിയുടേതാണ്. അമ്മയും മകനും സന്തോഷത്തിൻ്റെ കൊടുമുടിയിലായിരുന്നു. ഇതേ സമയം ഗൗരിയുടെ അമ്മ നന്ദിനി നാട്ടിൽ നിന്നും അങ്ങോട്ടെത്തിയിരുന്നു. മകളുടെ വിശേഷവാർത്ത അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അമ്മയുടെ വരവ്. മകളെ കണ്ടതും വാരി ആ അമ്മ ചുംബനം കൊണ്ട് നിറച്ചു. മോളെ, ഇനി സൂക്ഷിക്കണം കേട്ടോ, പഴയ പോലെ ഓടിച്ചാടി നടക്കാനൊന്നും പാടില്ല. എനിക്കറിയാം അമ്മേ, അവൾ അമ്മയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ആ മോനെ ദേവ, ആ അമ്മ എപ്പോൾ വന്നു? ദേ വന്ന് കയറിയതേ ഉള്ളൂ മോനെ. സത്യത്തിൽ അവൻ ഗൗരിയെ കൂട്ടാനാണ് അങ്ങോട്ടേക്ക് വന്നത്. ദേവൻ തന്നെ തിരഞ്ഞാണ് വന്നതെന്ന് അവൾക്കും മനസ്സിലായി. അവളെ ഒന്ന് ഒറ്റയ്ക്ക് കിട്ടാനായി അവൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. അവൾ അമ്മയുടെയും അവൻ്റെയും അടുത്ത് നിന്ന് മുങ്ങിയത് മനഃപൂർവ്വമാണെന്ന് അവന് മനസ്സിലായി. ഗൗരിയുടെ അമ്മയാകട്ടെ അവനെ കണ്ട സന്തോഷത്തിൽ ഒരുപാട് സംസാരിക്കാൻ തുടങ്ങി. സത്യത്തിൽ അതൊന്നും ദേവൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. അവൻ എങ്ങനെയെങ്കിലും ഗൗരിയൊന്ന് കണ്ടാൽ മതിയെന്ന ചിന്തയിൽ മാത്രമായിരുന്നു. ഏതാനും നിമിഷത്തെ സംസാരത്തിനൊടുവിൽ ദേവൻ ഗൗരിയുടെ നേർക്ക് ചെന്നു. അവൾ അവിടെ നിന്നും പോകാനാണ് ഭാവമെന്ന് മനസ്സിലാക്കിയ ദേവൻ പെട്ടെന്ന് തന്നെ അവളുടെ കയ്യിൽ കയറി പിടിച്ചു. താൻ എങ്ങോട്ടാ ഓടുന്നത് ഗൗരി? ദേവൻ കണ്ടില്ലേ, ഒരുപാട് ഗസ്റ്റുകൾ വന്നിട്ടുണ്ട്. അവരെയെല്ലാം നമ്മൾ കാണാത്തതുപോലെ നടന്നാൽ അവർക്കെല്ലാം നിരാശയാവില്ലേ?
എന്നെ കാണാത്തതുപോലെ നടക്കുന്നതിൽ നിനക്കൊരു നിരാശയില്ലേ? നിങ്ങളെ എപ്പോൾ വേണമെങ്കിലും കാണാലോ. ശരിയാ, പക്ഷേ എനിക്കിപ്പോഴാ നിന്നെ കാണേണ്ടത്. എന്തിന്? ഇപ്പോൾ കുറച്ചു നേരം മുന്നെയല്ലേ നമ്മൾ രണ്ടുപേരും കണ്ടത്. ഗൗരി, കളിക്കാൻ നിൽക്കല്ലേ. ദേവാ, നമുക്ക് കുറച്ച് കഴിഞ്ഞ് സംസാരിക്കാം. അതൊന്നും പറ്റില്ല, എനിക്കിപ്പോൾ നിന്നോട് സംസാരിക്കണം. നീ റൂമിലേക്ക് വാ. ഇപ്പോഴോ? ഈ ഗസ്റ്റുകളൊക്കെ പോട്ടെ ദേവാ, എന്നിട്ട് മതി. നീ ഇപ്പോൾ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല എങ്കിൽ പിന്നെ ഒരിക്കലും ഈ ദേവനെ നീ കാണില്ല. ദേവാ, അവൾ പരിഭവത്തോടെ വിളിച്ചു. സത്യം, മര്യാദയ്ക്ക് നീ റൂമിലേക്ക് വാ. ശരി ശരി, ഞാൻ വരാം. ദേവൻ അവളുടെ കയ്യും പിടിച്ച് മുകളിലെ റൂമിലേക്ക് നടന്നു. റൂമിലെത്തിയതും വാതിലടച്ചുകൊണ്ട് അവളെ തന്നെ പ്രണയാർദ്രമായി അവൻ നോക്കി നിന്നു. ശേഷം പോക്കറ്റിൽ നിന്നും അവൻ ആ പ്രഗ്നൻസി കാർഡ് അവൾക്ക് നേരെ നീട്ടി. ഇത് സത്യാണോ? അവൻ്റെ കണ്ണുകൾ നിറയുന്നത് അവൾ കൗതുകത്തോടെ നോക്കി നിന്നു. അതേ നർത്തത്തിൽ അവൾ തലയാട്ടി. അവൻ്റെ ചുടിയിൽ ഒരു പുഞ്ചിരിയും കണ്ണുകളിൽ കണ്ണുനീർ തുള്ളിയും മുത്തായി വിരിയുകയും ചെയ്തിരുന്നു. അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് അവൻ അവളെ കോരിയെടുത്തുകൊണ്ട് ചുണ്ടുകളിൽ ഗാഢമായി ചുംബിച്ചു. ഒരു നിമിഷം ശ്വാസം എടുക്കാൻ പോലും ഇരുവരും മറന്ന നിമിഷം. ഗൗരി, നിനക്ക് എന്താ വേണ്ടത്? നീ പറ. ഈ ലോകത്തുള്ള എന്തും ഞാൻ നിന്റെ കാൽക്കീഴിൽ കൊണ്ടുവന്ന് തരും. അവൻ അവളോട് പറഞ്ഞു. എനിക്ക് പറ ഗൗരി, എന്താ വേണ്ടേ? എനിക്ക് എൻ്റെ കാൽക്കീഴിലല്ല, എൻ്റെ ഹൃദയത്തിൽ അലിയാനാണ് വേണ്ടത്. എന്ത്? നിങ്ങളുടെ പ്രണയത്തെ. ഈ ലോകത്തെ എന്തിനേക്കാളും വലുത് ഈ ഗൗരിക്ക് നിങ്ങളും നിങ്ങളുടെ സ്നേഹവുമാണ് ദേവ.